നോക്കൂ, തെരഞ്ഞെടുപ്പിലെ നമ്മളെ മുന്നിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇരുമുന്നണികളെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് സുധാകരന്മാർ മാറിയിട്ടുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിട്ടാണ് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് മത്സരരംഗത്തേക്ക് വരും. മത്സരരംഗത്തേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം ഇതാണ്. അദ്ദേഹത്തെ വർഗവഞ്ചകൻ, കുലംകുത്തി എന്നൊക്കെ വിളിച്ച് വലിയ പ്രകടനം ഒക്കെ നടന്നെങ്കിലും അദ്ദേഹം പറയുന്നത് എന്താണ്? ചെങ്കൊടി പിടിച്ചതിൻ്റെ പേരിൽ ഒരുത്തനും കമ്മ്യൂണിസ്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ അവരുടെ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് അനുസരിച്ചുള്ളതാകണം. അങ്ങനെയല്ലാത്ത ഒരുപാട് ആളുകളുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. ആലപ്പുഴയിൽ പാർട്ടിയെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതാണ്: പൊളിറ്റിക്കൽ ക്രിമിനൽസിനെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അതിശക്തമായിട്ട് CPM വെല്ലുവിളിച്ച അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത്, അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് അത് എത്രത്തോളമായിരിക്കും CPM ബാധിക്കാൻ? എന്താണ് അതിൻ്റെ സാധ്യത? ഇത് രണ്ട് സുധാകരന്മാരും ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ട് അവരുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ സംഗതിയാണ്. കാരണം ടൈറ്റ് ടു ടൈറ്റ് ഫൈറ്റ് വരുന്ന മണ്ഡലങ്ങളിൽ കേവലമായിട്ടുള്ള ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുക. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും വരെ വളരെ നിർണായകമായിട്ട് തീർന്നേക്കാം ജയാപജയങ്ങളുടെ കാര്യത്തിൽ. അത് രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ജയാപരത്തിൻ്റെ പ്രശ്നമല്ല ശരിക്കും പറഞ്ഞു. ജയപരാജയം വേറൊരു വിഷയമാണല്ലോ. ഇതെങ്ങനെയാണ് ഇവരെ ബാധിക്കുക? തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ശരിക്കും. അതെങ്ങനെയായിരിക്കാം? ഇപ്പോൾ ജി സുധാകരനെ പോലെയുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ഒരു അഴിമതിയുമില്ലാത്ത തുറന്ന സമീപനത്തോടുകൂടി, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയുടെ നേതൃത്വത്തിലേക്കൊക്കെ വരേണ്ടതായിട്ടുള്ള ഒരാൾ എന്ന് കണക്കാക്കപ്പെട്ടിരുന്നതായിട്ടുള്ള ജി സുധാകരൻ്റെ ഈ പിണക്കം എന്ന് പറയുന്നത് എങ്ങനെയാണ് എൻ്റെ ആ പാർട്ടിയുടെ ആത്മവിശ്വാസത്തെയും പ്രവർത്തനത്തെയും ബാധിക്കുക എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങനെയൊക്കെയുള്ളൊരു തലത്തിൽ ഒരു മൂല്യങ്ങളെയൊക്കെ നിർണ്ണയിക്കുന്ന വിധത്തിലും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുമൊക്കെ ഉള്ളൊരു സമൂഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് സംശയമാണ്. സമൂഹം ഓരോ സമയത്തും നമ്മൾ നിർമ്മിക്കാനുള്ള സമൂഹം എന്നാണ്. അല്ലാണ്ട് സമൂഹം രാഷ്ട്രീയ പാർട്ടിയെ സ്വാധീനിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ മൂല്യം, അതേപോലെ തന്നെ അതിൻ്റെ രീതികൾ, വിലയിരുത്തലുകളൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പൊതുവെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു മൂല്യമില്ലാത്ത ഒരു സമൂഹമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. മൂല്യം ഇല്ലാത്ത സമൂഹമാണ് കൂടുതൽ. ഇപ്പോഴത്തെ സമൂഹത്തിലെ ജനസംഖ്യയുടെ ആനുപാതിക ഇതെടുത്തു കഴിഞ്ഞാൽ മൂല്യങ്ങൾക്കൊക്കെ വില കൽപ്പിക്കുന്നതിൻ്റെ തോത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ശരിക്കും റിയാലിറ്റിയെ ഒക്കെ വളരെ അകലെയുള്ള ഇതിനെയൊക്കെ കണ്ട് മോഹിച്ച് ചെയ്യാനും അതങ്ങനെയൊക്കെയുള്ളൊരു പ്രവണത വ്യാപകമായിട്ട് വരുന്നതിൻ്റെ കാര്യം ഇതാണ്. മൂല്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട്, യഥാർത്ഥ മൂല്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവുള്ള ജനതയുടെ ആനുപാതികമായിട്ടുള്ള കുറവ് തന്നെയാണത്. അങ്ങനെയാണെങ്കിൽ കാര്യമായിട്ട് ഇത്തരം ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതായി തീരല്ലേ ഉള്ളൂ. ഇവർക്കൊന്നും കാര്യമായിട്ട് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. സുധാകരൻ്റെ കാര്യത്തിൽ മിക്കവാറും അതങ്ങനെയാവും. പക്ഷേ അതേസമയം സുധാകരൻ്റെ കോൺഗ്രസിൻ്റെ ഇതിനകത്ത് തീർച്ചയായിട്ടും അത് കണ്ണൂർ ജില്ലയിൽ കുറച്ച് ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന പാരമ്പര്യവും അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുമൊക്കെ പലതും വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ബന്ധങ്ങളുടെയും അതിൻ്റെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ണൂർ സുധാകരൻ്റെ കാര്യത്തിൽ UDF ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, പുള്ളി ഇങ്ങനെ തുറന്നടിച്ചൊരു എതിർപക്ഷത്ത് നിന്നുകൊണ്ട് ഉള്ളൊരു നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ തീർച്ചയായിട്ടും മറ്റേ KPCC പ്രസിഡൻറ്റിൻ്റെ പേരാവില്ല വിജയത്തെ വരെ ചിലപ്പോൾ ബാധിച്ചത്. അത് ശരിയാണ്. പക്ഷെ അത് അങ്ങനെ പോകണമെന്നില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ സുധാകരനെ മത്സരിപ്പിക്കാനായിട്ടാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കണമെങ്കിൽ ഇതിന് മാറ്റം വരാം. കാരണം അതിന് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കഴിഞ്ഞ ദിവസമാണ് ശിവഗിരി മഠം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്.
നിങ്ങൾ ഈഴവരെ മത്സരിപ്പിക്കുന്നത് തോക്കുന്ന സ്ഥലത്താണ്. ഈ മന്ത്രിസഭയിൽ എത്ര നായന്മാരാണ്? 10 നായന്മാരാണ്. എത്ര ഈഴവരുണ്ട്? 2 ഈഴവരാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കണക്ക് വെച്ചിട്ട് നിങ്ങൾ കെ സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കുന്നത് ഈഴവർക്ക് ഉള്ള പ്രാമുഖ്യം പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് കോന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണം എന്ന് ശിവഗിരിമഠത്തിൻ്റെ അവരുടെ അഭിപ്രായം അതാണെന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു തീരുമാനം വരും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല നിൽക്കാം. അങ്ങനെയാണ് ഈ UDFൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാലും എന്ത് ചെയ്യും? അങ്ങനെ UDFന് ബാധകമല്ലേ? അത് യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു നല്ല ഇത് തന്നെയാണ്. കാരണം ജാതി സമവാക്യങ്ങളൊരു നമ്മുടെ മുന്നിലുള്ളൊരു ശരിക്കുള്ള തീക്ഷ്ണമായ യാഥാർത്ഥ്യമാണ്. അത് കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ വലിയ വർത്തമാനങ്ങളൊന്നും പറഞ്ഞില്ല. കോൺഗ്രസ് അത് കാണാതെ ഒരിക്കലും ഇരിക്കാറില്ല. ഇല്ല, കോൺഗ്രസ് കാണാതെ ഇരിക്കാറില്ല. പക്ഷെ അവരും ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ പറയാറുണ്ട്. നമ്മള് വ്യക്തി ജാതി അല്ല, അവർക്കുള്ള ഇപ്പോൾ ഉള്ള പ്രശ്നം ഇതിനകത്ത് എന്താണ്? അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ MP-മാരെ മത്സരിക്കാനായിട്ട് അനുവദിച്ചാൽ ഈ രണ്ടുപേരിലായിട്ട് ഒതുങ്ങൂല. ഇല്ല, എല്ലാ MP-മാരും കടന്നു വരും. ശശി തരൂര് മുതല് കെ സുധാകരൻ, അടൂർ പ്രകാശ്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ മത്സരം കൂടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം കൂടും. അല്ല, ഈ കോൺഗ്രസ് പ്രത്യേകിച്ച് സതീശൻ ക്യാമ്പൊക്കെ ഭയപ്പെടുന്നത് സുധാകരൻ വരുമ്പോഴേ UDF അധികാരത്തിൽ വന്നാൽ അത് സുധാകരൻ പറയുന്നതായിരിക്കും എന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയും. ഞാൻ KPCC പ്രസിഡന്റാണ്. ഒറ്റയ്ക്ക് നിന്ന് കണ്ണൂരിൽ പോരാട്ടം നടത്തി കോൺഗ്രസ് പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ നിന്നൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. എനിക്ക് എന്താണ് അയോഗ്യത എന്ന് ചോദിക്കാനുള്ള സാധ്യതയും വീണ്ടും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.